സംസ്ഥാനത്തെ ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്. ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ DHS ഉദ്യോഗസ്ഥരുടെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്തിരുന്നു. സുരക്ഷിതമല്ലാത്ത ആശുപത്രി കെട്ടിടങ്ങളിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും DHS നിർദ്ദേശം നൽകി. കെട്ടിടമിടിഞ്ഞ് വീണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരണപ്പെട്ടതിന് പിന്നാലെയാണ് ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം. എത്രയും വേഗം പരിശോധന പൂർത്തിയാക്കി കെട്ടിടങ്ങളുടെ ബലക്ഷയം, ചോർച്ച എന്നിവ സംബന്ധിച്ച കാര്യത്തിൽ നാളെ വൈകിട്ടോടെ റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് പരിഹരിക്കണമെന്നും DHS അതാത് മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ല എന്ന് ഉറപ്പാക്കണം. DHSന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ മേധാവികൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മുൻകൂട്ടി പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും ആരോഗ്യവകുപ്പിനെ അറിയിക്കണം. അതിനിടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി ഫയർ, സേഫ്റ്റി, ബിൽഡിംഗ് ഓഡിറ്റ് നടക്കുന്നില്ല എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കൃത്യമായി ഓഡിറ്റ് നടത്താത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ മെയ് 21 യോഗം തീരുമാനിച്ചിരുന്നതായി മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓഗസ്റ്റോടെ എല്ലാ ആശുപത്രികളിലും പദ്ധതി നിലവിൽ വരും. രാജ്യത്ത് ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കിയത് കേരളത്തിലാണെന്നും ആരോഗ്യവകുപ്പ് അവകാശവാദം ഉന്നയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.